ഇതൊരു 25 നാരങ്ങ ഉണ്ട്. ഇതിനെ ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമില്ലാതെ തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 15 പച്ചമുളക്, 2 കുടം വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില. ഇത്രയും അച്ചാറിന് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഈ കഴുകി തുടച്ച് നമ്മൾ വെള്ളമില്ലാതെ വെച്ച നാരങ്ങയില്ലേ, അത് ഈ എണ്ണയിലോട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാവേ. ഒരു 5 മിനിറ്റ്, ഒത്തിരി വാട്ടണ്ട. കാരണം ഇത് കൂടുതൽ വാടി എങ്ങാനും പൊട്ടിപ്പോയെങ്കിൽ കയ്പ്പ് രസം വരുവേ. അപ്പം നമ്മൾ ഒത്തിരി വാട്ടാതെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ എണ്ണയിലിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. കണ്ടില്ലേ, നിങ്ങൾക്കിത് മനസ്സിലായെന്നറിഞ്ഞില്ല, ചെറുതായിട്ട് എൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി മതി. ഇനി നമുക്കിതിനെ കോരി അങ്ങ് മാറ്റി വെക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് നാരങ്ങയല്ല ആ എണ്ണയെന്ന് എടുത്തങ്ങ് മാറ്റാവേ. ഞാനിത് എടുത്തപ്പം തന്നെ ഒരെണ്ണം ചെറുതായിട്ട് പൊട്ടി എൻ്റെ ദേഹത്തോട്ട് ചീറ്റി കേട്ടോ. അത് കാരണം ഇത് ഒരു 5 മിനിറ്റിക്കുള്ളിൽ എന്തായാലും വെക്കണ്ടേ. എടുത്ത് മാറ്റി വെക്കാം. ഇനി ഒന്ന് തണുക്കട്ടെ. നല്ലപോലെ ആ നാരങ്ങ ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിനെ നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ തുടച്ചെടുക്കണേ. കണ്ടില്ലേ, ഇതുപോലെ ചെറുതായിട്ട് കണ്ടില്ലേ, ഒന്ന് വെന്തിട്ടുണ്ടത്. ഞാൻ ടിഷ്യൂ വെച്ചാൽ തുടയ്ക്കുന്നത്, നല്ല തുണി വെച്ചാണെങ്കിലും ഒന്ന് തുടച്ചെടുത്തേരെ കേട്ടോ. കണ്ടില്ലേ, ഒന്ന് വെന്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിനെ നമുക്ക് കട്ടിംഗ് ബോർഡ് വെച്ചൊന്ന് അരിഞ്ഞെടുക്കാം. നാരങ്ങ ഈ വെള്ള അച്ചാറിന് ഞാൻ അരിയുന്ന രീതി ഇങ്ങനെയാണ്. കണ്ടില്ലേ, ഇങ്ങനെ അങ്ങോട്ട് മുറിച്ച് ഇങ്ങനെ ഇതുപോലെ ഈ നാരങ്ങ എല്ലാം, ഈ 25 നാരങ്ങയും ഞാൻ ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈസി ആയിട്ട് നാരങ്ങ. ഇനി ഇങ്ങനെ അരിഞ്ഞ് വെച്ച നാരങ്ങയിലോട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നമുക്ക് മാറ്റി വെക്കണേ. ശരിക്കും നമുക്ക് നാരങ്ങ കൂടുതൽ നാരങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ വാട്ടി അരിഞ്ഞ് ഉപ്പിട്ട് ഒരു കുപ്പിപ്പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം നല്ല അലുത്തിങ്ങനെ ഇരിക്കുവേ. ഇനി ഞാൻ ഈ പച്ചമുളകിനെല്ലാം വട്ടത്തിലരിഞ്ഞ്, വെളുത്തുള്ളി 2ആയിട്ട് അരിഞ്ഞ്, ഇഞ്ചി അരിഞ്ഞ്, കരിവേപ്പിലയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി എളുപ്പമാണ്. ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് പാൻ നല്ല ചൂടായപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അച്ചാറൊക്കെ ആകുമ്പോൾ ഇച്ചിരി കൂടുതൽ എണ്ണ ഒഴിക്കണം, അപ്പോഴേ അച്ചാറിനൊരു ടേസ്റ്റൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ആ ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത്, കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചില്ലേ വെളുത്തുള്ളിയും ഇഞ്ചിയും, ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാവേ. ഒത്തിരി നേരം വേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിട്ടെ. ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പച്ചമുളകും കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ആ എണ്ണയിൽ കിടന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും അരിഞ്ഞു വെച്ച 15 പച്ചമുളകില്ലേ അതും ഇട്ട്, കരിവേപ്പിലയും കൂടി ഇട്ട്, ഇനി അത് കിടന്നൊന്നെല്ലാം നല്ലപോലെ ഒന്ന് വാടട്ടെ. എണ്ണയിൽ കിടന്ന് നല്ല മൊരിയട്ടെ. ശരിക്കും ഇപ്പം തന്നെ എണ്ണയിൽ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടേതും വേപ്പിലയുടേതും ഒക്കെ ഒരു മണം വരുന്നുണ്ട്. നല്ല ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഏകദേശം ഒരു 5 മിനിറ്റ് ഇങ്ങനെ കിടന്നൊന്ന് മൊരിഞ്ഞോട്ടെ, ഒരു മീഡിയം തീയിലേ. ഞാൻ ഇതിന് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. മിക്സാക്കി ഒന്ന് നല്ല മൊരിഞ്ഞ് വരട്ടെ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് അപ്പോഴത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ അതിലോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല ചൂടായി കിടക്കുക, അപ്പോൾ ഒത്തിരി നേരം ഇട്ട് വഴറ്റണ്ട കേട്ടോ. ഇത് പെട്ടെന്ന് ആ പച്ചമണമൊക്കെ മാറുവേ. അതൊന്ന് ഇതായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഉപ്പ് പുരട്ടി വെച്ച നാരങ്ങയും കൂടി ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ എല്ലായിടത്തും ആകട്ടെ. കണ്ടില്ലേ, എല്ലാം ഞാൻ ഒന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഒന്ന് മിക്സായി വന്നപ്പോഴത്തേക്കും ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുക്കുവാണേ. ഇതിൻ്റെ 3/4 പാത്രം വിനാഗിരി ഒഴിക്കുന്നുള്ളൂ. നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ. അത്രയും വിനാഗിരി ഒഴിച്ച് ഒന്ന് മിക്സായി വന്നപ്പോഴത്തേക്കും
ഇത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ, എല്ലാം ഒന്ന് ചൂടായാൽ മതി. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണ്. ഉപ്പും കുറവായിരുന്നു, കായപ്പൊടിയും കുറവായിരുന്നു. അപ്പം ഉപ്പും ഇട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സായി വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ്, ഗ്രേവിക്കനുസരിച്ച് വെള്ളം ഒഴിക്കണേ. ഒരിച്ചിരി ഗ്രേവി വേണമല്ലോ. അപ്പം ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് എല്ലാം ഒന്ന് ചൂടായാൽ മതി. തിളപ്പിച്ചാറിയ വെള്ളമാണ്, അത് ഞാൻ പറയാൻ മറന്നുപോയി. നല്ലപോലെ തിളച്ച് ആറിയ വെള്ളം 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്ഷനലാണ്, ആ ഉപ്പും പുളിയും കയ്പും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കിയിട്ട് ഗ്യാസ് അങ്ങ് ഓഫാക്കി. ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ? നല്ലൊരു വെള്ളനാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്, കണ്ടില്ലേ? ഇതിനി ഒരാഴ്ച അവിടെ ഇരിക്കുമ്പോൾ നല്ലപോലെ തൊലിയൊക്കെ അലുത്ത് ഉപ്പും പുളിയൊക്കെ നല്ല ബാലൻസ് ആയിട്ട് കിട്ടും കേട്ടോ. പക്ഷേ ഞാൻ ഇന്ന് തന്നെ എടുക്കും, എനിക്ക് ഇച്ചിരി കയ്പും പുളിയും ഒക്കെ ഇഷ്ടമാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.